എല്ലാവർക്കും നമസ്കാരം. ദൈവത്തിൻ്റെ സമാധാനം എല്ലാവരിലും വർഷിക്കുമാറാകട്ടെ. അധികം അമ്മമാരും എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, മക്കൾക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്, മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് തന്നെ. പക്ഷേ എന്ത് ചെയ്തിട്ടും അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ സമയമില്ലെങ്കിലോ? ഈ കഥ ഒന്ന് കേട്ടു നോക്കൂ. ഇത് ഞാൻ തന്നെ എഴുതിയ കഥയാണ്. കഥയുടെ പേര് പൊതുപ്രവർത്തക. മോനെ എഴുന്നേൽക്ക്, സ്കൂൾ ബസ് വരാൻ നേരമായി. അമ്മിണിയമ്മ മനുവിനെ തട്ടി വിളിച്ചു. അവനൊന്ന് ചിണുങ്ങിക്കൊണ്ട് വീണ്ടും തിരിഞ്ഞു കിടന്നു. ഇനിയും വൈകിയാൽ ബസ് കിട്ടില്ല മോനെ, സ്കൂളിൽ പോകാൻ പറ്റില്ല. വേഗം എഴുന്നേറ്റാട്ടെ. ബാത്റൂമിൽ ചൂടുവെള്ളമുണ്ട്. കുളി കഴിയുമ്പോഴേക്ക് അമ്മിണിയമ്മ ആഹാരം എടുത്തു വയ്ക്കാം. മോൻ വേഗം വന്നാട്ടെ. അമ്മിണിയമ്മ തിടുക്കത്തിൽ അടുക്കളയിലേക്ക് പോയി. കുളിച്ച് യൂണിഫോം ധരിച്ചു വന്ന മനു അമ്മിണിയമ്മയോട് ചോദിച്ചു, മമ്മി എവിടെ? മമ്മി ഇന്ന് നേരത്തെ പോയോ? ഇന്ന് സ്കൂളിലെ ഒരു മീറ്റിംഗ് ഉണ്ട് അമ്മമാരുടെ. ഞാൻ മമ്മിയോട് ഇന്നലെയും ഓർമ്മിപ്പിച്ചതായിരുന്നു. മമ്മി എവിടെ? മമ്മി എന്നെ കാണാതെ പോയല്ലോ. മനുക്കുട്ട, ഞാൻ വരുമ്പോൾ തന്നെ മമ്മി പുറപ്പെട്ടു നിൽക്കായിരുന്നു പോവാൻ വേണ്ടി. ഇന്ന് മമ്മിക്ക് പലയിടത്തും മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. മോൻ്റെ മമ്മി വളരെ തിരക്കുള്ള ഒരു പൊതുപ്രവർത്തകയല്ലേ, എപ്പോഴും തിരക്കല്ലേ മമ്മിക്ക്. 7 വയസ്സുകാരനായ മനുവിന് പൊതുപ്രവർത്തക എന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ക്ലാസ്സിലെത്തിയപ്പോൾ വളരെ ഉത്സാഹത്തോടെ മനുവിൻ്റെ കൂട്ടുകാരൻ അശ്വിൻ അടുത്തു വന്നു. നിൻ്റെ മമ്മി ഇന്ന് വരില്ലേ? എൻ്റെ മമ്മി എന്തായാലും വരും. ആ, വരുമായിരിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനു തെല്ല് നിരാശയോടെ പറഞ്ഞു. അപ്പോഴേക്കും ബിന്ദു ടീച്ചർ ക്ലാസ്സിലെത്തി. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഇന്ന് രാവിലെ 10:30 സ്കൂളിൽ അമ്മ അറിയാൻ എന്നുള്ള പ്രോഗ്രാം നടക്കുന്നത്. എല്ലാവരുടെയും അമ്മമാർ വരുമല്ലോ അല്ലേ? കുട്ടികൾ ഉറക്കെ പറഞ്ഞു. അതേ, വരും വരും വരും. മനുവിന് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. എന്നാലും അവൻ കൂട്ടത്തിൽ കൂടി. ഇൻ്റർവെല്ലിന് കുട്ടികളെല്ലാം പുറത്തേക്കിറങ്ങിയപ്പോൾ മനുവും അശ്വിനും പുറത്തിറങ്ങി. ഓഡിറ്റോറിയത്തിൽ നിറയെ അമ്മമാർ ഇരിക്കുന്നുണ്ട്. ഉച്ചത്തിലുള്ള പ്രസംഗം കേൾക്കുന്നുണ്ട്. ശബ്ദം കേട്ടപ്പോൾ മനു ഒന്ന് ചെവിയോർത്തു. നമ്മുടെ മക്കൾ എപ്പോഴും നമ്മുടെ സാമീപ്യം ആഗ്രഹിക്കുന്നവരാണ്. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും അവരുമായി സമയം ചെലവഴിക്കണം. അവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കുന്ന നല്ല സുഹൃത്തുക്കളായി നമ്മൾ മാറണം. എന്നും സ്കൂളിലെ ഒത്തിരി വിശേഷങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. അത് കേൾക്കാൻ നാം സമയം കണ്ടെത്തണം. കൊച്ചു കൊച്ചു കാര്യമാണെങ്കിലും അവരെ അഭിനന്ദിക്കാൻ മറക്കരുത്. അവരുടെ കഴിവുകൾ നാം അംഗീകരിക്കണം. ഇതിനൊക്കെ വേണ്ടി ദാഹിക്കുന്നവരാണ് നമ്മുടെ മക്കൾ. സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നത് എൻ്റെ മമ്മിയാണല്ലോ. മമ്മിക്കിതെല്ലാം അറിയാമായിരുന്നോ? മനു മിഴിച്ചു നിന്നു. അപ്പോഴേക്കും ബെല്ലടിച്ചു. കുട്ടികൾ കൂട്ടത്തോടെ ക്ലാസ്സിലേക്ക് ഓടി. എടാ മനു, വാ, ക്ലാസ്സിൽ പോവാം. അശ്വിൻ അവൻ്റെ കൈ പിടിച്ചു വലിച്ചു. നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത്, ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മക്കളാണ്. മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ തീർച്ചയായും നിങ്ങൾ സമയം കണ്ടെത്തണം. നന്ദി, നമസ്കാരം.